കിഡ്സ് 6-7 ഇയേഴ്സ് പ്ലസ് ചെറിയൊരു സെഷൻ ചെയ്യുമോ? ബ്രോ പറഞ്ഞാൽ അവർ നന്നായാലോ? ശരിടാ, പെന്നെ നന്നാക്കാൻ ആരുണ്ടടാ തറവില്. നമ്മൾ നോക്കാം, അതാ ചെയ്യാം. പക്ഷെ അത് വേണ്ട, അതെന്താ പറയുക, ഇതിപ്പം ഞാൻ തന്നെ വന്ന് എല്ലാം അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളും എല്ലാവരും ഒരു ബീം ഓഫ് ലൈറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾക്കുള്ള കുട്ടികൾ, അപ്പം നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളിലേക്കുള്ള ഈ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്കും പറ്റും. ഇപ്പോൾ നമ്മൾ എത്രയോ വൈകി പഠിച്ച കാര്യങ്ങൾ, ചില ആൾക്കാർ 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 50 വയസ്സിലേക്ക് സ്പിരിച്വാലിറ്റി ഇങ്ങനത്തെ ഓരോ സംഭവത്തിനെ കുറിച്ച് അറിയുന്നവ. നമ്മൾ വളരെ ലേറ്റായി പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കുക. അവരെങ്കിലും പറഞ്ഞ ആ ടൈമിലൊക്കെ സ്പിരിച്വാലിറ്റി പറഞ്ഞ സന്യാസമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. സന്യാസമല്ല, നമ്മുടെ ലൈഫിൽ എങ്ങനെ എഫിഷ്യൻ്റ് ആവാം, നമ്മുടെ എല്ലാ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഫേസ് ചെയ്യാം. ചക്രാസ് പറഞ്ഞാൽ എന്താണ് സംഭവം, അതൊന്നും സത്യം പറഞ്ഞാൽ ആർക്കും അങ്ങനത്തെ ഒരു എക്സ്പോഷറിനില്ല. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് മെഡിറ്റേഷൻ എന്താണ് സംഭവം, അപ്പം അതൊക്കെ കുറിച്ച് ചെറിയൊരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റുമെങ്കിൽ, കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഒരു ബിലീഫ്, ദൈവങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ കുറച്ച് കഥകളും കാര്യങ്ങളും അതിൻ്റെ ഇന്നർ ട്രൂത്തും കൂടി മനസ്സിലാവുന്ന രീതിയിൽ, ചെറിയ രീതിയിലെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്തെടുക്കണം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില കുട്ടികൾ വളരെ ബ്രൈറ്റാണ്, ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ വളരെ ബ്രൈറ്റാണ്. അവരെ പ്രോപ്പറായി നമ്മൾ നർച്ചറും ചെയ്ത് കൊടുത്താൽ അവർ നമ്മളെക്കാളും ടോപ്പാണോ? അങ്ങനെ വേണം. അപ്പം അത് ഒരു നല്ലൊരു ഡിസൈപ്പിളിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരുപാട് കുട്ടികൾ സത്യം പറഞ്ഞപ്പോൾ ജനിക്കുന്നുണ്ട്. അപ്പം അതവേ ഇപ്പം നമ്മളൊന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു ചെറിയൊരു ഗൈഡൻസ് മതി, ചിലപ്പോൾ അത് ആ ഒരു കുട്ടി ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയൊരു ലെവലിലേക്ക് ഉയരും സ്പിരിച്വലി. പക്ഷേ അതിനുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തുക, എന്തായാലും ചെയ്യുക. ഞാൻ തന്നെ പറഞ്ഞൊന്നുമില്ല, യു ക്യാൻ.